ജിബിൻ, കേരള കോൺഗ്രസ് ജോസഫിന്റെ നിലപാട് എന്താണ്? അവർ 2 മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്, 1 ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താകും എന്നതിലൊക്കെയുള്ള ചർച്ചകൾ അതെങ്ങനെയാണ്? അനുജ, ഇപ്പോൾ നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത് 2 മന്ത്രിസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം ഈ UDFന്റെ നേതൃയോഗം കണ്ടോൺമെന്റ് ഹൗസിൽ വെച്ച് നടന്നപ്പോൾ അദ്ദേഹം ആ സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞതാണ് 2 സീറ്റിന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് അർഹതയുണ്ട്, ആ ആവശ്യം യോഗത്തിൽ ഉന്നയിക്കുമെന്നാണ്. പക്ഷേ ആ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചെങ്കിൽ പോലും 2 മന്ത്രിസ്ഥാനം എന്നുള്ളതിലേക്ക് ഇതുവരെ UDF നേതൃത്വം എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കോൺഗ്രസ് അതിന് അനുവാദം മൂളിയിട്ടില്ല. കാരണം നിലവിൽ 1 മന്ത്രിസ്ഥാനം മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങനെ കൂടുതൽ ഈ ചർച്ചയുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2 സീറ്റ് വേണമെന്നുള്ള ആ ഒരു നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെപ്യൂട്ടി സ്പീക്കർ പദവിയോ ചീഫ് വിപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനം മാത്രമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ചർച്ചയനുസരിച്ച് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ലഭിക്കാനുള്ള സാധ്യതയുള്ളത്. നേരത്തെ പറഞ്ഞാൽ കൂടുതൽ ഘടകകക്ഷി നേതാക്കൾ എന്തായാലും ഈ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഘടകകക്ഷികളുടെ തീരുമാനമായിരിക്കും ഇനി അന്തിമം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് അവശേഷിക്കുന്നത് 11+1, അതായത് 11 മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ഘടകകക്ഷികൾക്ക് കൂടി കൂടുതൽ സീറ്റ് വിട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അനിശ്ചിതത്വം ഉണ്ടാകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ RC ഇപ്പോൾ 2 പേരെ കൂടി അദ്ദേഹത്തിന്റെ അനുയായികളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലും 6 സീറ്റ് വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ അനുയായികളായിട്ടുള്ളവരെ 6 മന്ത്രിസ്ഥാനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു വനിതാ മന്ത്രി എന്ന രീതിയിലേക്കാണോ ഇപ്പോൾ ബിന്ദു കൃഷ്ണയുടെ പേര് നമ്മൾ ഉറപ്പിച്ച് കൊടുക്കുന്നതാണ്? ഈ ഒരൊറ്റ മന്ത്രി വനിത എന്ന രീതിയിലേക്കാണോ ജിബിൻ? അനുജ തന്നെ, കാരണം വനിതാ പ്രാതിനിധ്യം ഇപ്പോൾ നിലവിൽ ഉറപ്പായിരിക്കുന്നത് ബിന്ദു കൃഷ്ണയ്ക്ക് മാത്രമാണ്. പക്ഷേ ഷാനിമോൾ ഉസ്മാനും ഈ ചർച്ചകളിൽ സജീവമാണ്. പ്രത്യേകിച്ച് VD സതീശന്റെ ക്യാമ്പയിനോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്റ്റീവായി നിന്ന ഒരാളാണ് ഷാനിമോൾ ഉസ്മാൻ. VD സതീശൻ നൽകിയിട്ടുള്ള പട്ടികയിൽ ഷാനിമോൾ ഉസ്മാന്റെ പേരുമുണ്ടാകുന്നതാണ് നമുക്ക് ലഭിക്കുന്നത് വരെ. പക്ഷേ അത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ട് ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസഭയിലേക്ക് പ്രവേശിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ബിന്ദു കൃഷ്ണ മാത്രമാണ് വനിതാ പ്രാതിനിധ്യത്തിൽ വരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു വനിതാ മന്ത്രി ഉണ്ടാകുമെന്നുള്ള ചർച്ചകളൊക്കെ ആദ്യം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് അവിടെ നിന്ന് വനിതാ മന്ത്രിമാരല്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ബിന്ദു കൃഷ്ണ മാത്രമാണ് ഇപ്പോഴുള്ള ചർച്ചയിൽ ഈ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വനിതാ മന്ത്രി എന്ന് പറയുന്നത്. എന്തായാലും ഷാനിമോൾ ഉസ്മാന്റെ കാര്യം കൂടി ചർച്ചയാവുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസിന് അവശേഷിക്കുന്നത് 11 മന്ത്രിസ്ഥാനങ്ങളാണ്. അത് വീതമയ്ക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന യോഗത്തിന് ശേഷം കൃത്യമായ ഒരു ചിത്രം വ്യക്തമാവുകയും ചെയ്യും. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.